BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയം രാജ്യത്ത് വീണ്ടും ശക്തിയായിട്ട് പ്രാപിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാരുകളെ കാര്യമായി പരിഗണിച്ച BJP വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. സാമ്പത്തികമായി അസ്ഥിരമായ അവസ്ഥയിലേക്ക് സർക്കാരുകളെ തള്ളിയിട്ട് പകവീട്ടുകയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കിങ് മേക്കർമാരുടെ സർക്കാരുകളുടെയും ഇടയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകൾ നേരിടുന്നത് പോലെയൊരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യൻ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്. BJP തുണയ്ക്കാത്ത കേരളത്തിനോട് വയനാട് ദുരന്തത്തിലടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയം മലയാളികൾക്ക് അറിയാവുന്നതാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ കാര്യത്തിലും കേന്ദ്ര നയം കേരളത്തിൻ്റെതുപോലെ സമാനമായതാണ്. കേന്ദ്രവും MK സ്റ്റാലിനും തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കനത്തിരിക്കുകയുമാണ്. തമിഴ്നാട് സർക്കാരുമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പേരിൽ കൊമ്പ് കോർക്കുന്ന BJP തമിഴ്നാടിനെ പാഠം പഠിപ്പിക്കാൻ ഫണ്ട് വിതരണം വൈകിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് വിതരണത്തെ സമ്മർദ്ദതന്ത്രമാക്കി സംസ്ഥാനങ്ങളെ കേന്ദ്ര തീരുമാനങ്ങൾക്ക് അനുകൂലമാക്കി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു എന്ന ആക്ഷേപം തമിഴ്നാട് മുഖ്യമന്ത്രി പലകുറി ആവർത്തിച്ചിരിക്കുകയാണ്. കേന്ദ്രം ശക്തമായി വാദിക്കുന്ന ഹിന്ദി ദേശീയ ഭാഷാ നയം തമിഴ്നാടിനെ അംഗീകരിപ്പിക്കുകയാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനം ത്രിഭാഷാ നയം നടപ്പാക്കുന്നതുവരെ തമിഴ്നാടിനോടുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അനുവദിക്കില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സൂചിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് കേന്ദ്രത്തിന്റെ മർക്കടമുഷ്ടിയെ വിമർശിച്ച് ഫെഡറലിസത്തെ കുറിച്ചുള്ള തന്റെ ആശങ്കകൾ അറിയിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തുറന്ന കത്തെഴുതുകയും ചെയ്തു. സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ 2152 കോടി രൂപ അനുവദിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ കടുത്ത മുന്നറിയിപ്പിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP 2020 നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നിർബന്ധിതമാക്കാൻ ഫണ്ട് വിതരണം തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് തമിഴ്നാട് രേഖപ്പെടുത്തിയത്. സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പദ്ധതികൾ ഉൾപ്പെടുത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര ആവിഷ്കൃത സംയോജിത പദ്ധതിയാണ് 2018 ആരംഭിച്ച സമഗ്ര ശിക്ഷ അഭിയാൻ. ഇതിന്റെ ഫണ്ട് വിതരണം തടസ്സപ്പെടുത്തി 2152 കോടി തടഞ്ഞു വെച്ചാണ് തമിഴരെ ഹിന്ദി അംഗീകരിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ സമ്മർദ്ദതന്ത്രം എന്നും കാണാം. ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തം വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഗുരുതരമായി അട്ടിമറിക്കുകയാണ് മോദി സർക്കാരിന്റെ നീക്കങ്ങളെന്ന് സ്റ്റാലിൻ ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനം NEP പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്നതുവരെ തമിഴ്നാടിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അനുവദിക്കില്ല എന്ന് സൂചിപ്പിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ പരാമർശത്തിനുള്ള മറുപടിയാണ് സ്റ്റാലിന്റെ കത്ത്. പതിറ്റാണ്ടുകളായി തമിഴ്നാട് അതിന്റെ ദ്വിഭാഷാ നയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ത്രിഭാഷാ ഫോർമുലയോടുള്ള തമിഴ്നാടിന്റെ ചെറുത്തുനിൽപ്പ് ഇത് ആദ്യമായല്ല. 1960കളിൽ മുതൽ തമിഴ്, ഇംഗ്ലീഷ് എന്നീ ദ്വിഭാഷാ നയത്തെ സംസ്ഥാനം സ്ഥിരമായി ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദി മൂന്നാം ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നതിനെ ചെറുക്കുകയും ചെയ്തിരുന്നു. ഹിന്ദി വിരുദ്ധ അഥവാ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രൂക്ഷമായ സമരങ്ങൾ നടന്ന ഇടമാണ് തമിഴ് മണ്ണ്. അതിനാൽ തന്നെ ആ നിലപാടിൽ നിന്നും DMK പിന്നോട്ട് പോവാൻ ഒരു സാധ്യതയും കാണുന്നില്ല.